എല്ലാവർക്കും സ്വാഗതം. എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ചില ടെക്നിക്കൽ പ്രോബ്ലം കാരണം എനിക്ക് രാവിലെയുള്ള വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. എല്ലാവരും ക്ഷമിക്കണം. ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഇഫ്താർ മാമാങ്കത്തെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. ഇഫ്താർ മാമാങ്കം. കാരണം ശരിക്ക് ഇഫ്താർ എന്താണെന്ന് മനസ്സിലാക്കാത്ത പല ഹമാറുകളും നടന്ന് കാട്ടിക്കൂട്ടുന്ന കോമാളിത്തരം കാണുമ്പോൾ സങ്കടം തോന്നുന്നു. അതായത് ഇപ്പോൾ ഇഫ്താർ, അതായത് ഒരു ഫാസ്റ്റ് എടുത്ത് വൈകുന്നേരം ശകലം ക്ഷീണം തോന്നിക്കും. അവരുടെ ഒരു പ്രെയർ കഴിഞ്ഞ് ബാങ്ക് പിടിക്കുമ്പോൾ ഇഫ്താർ, നമ്മൾ ലഘു ഭക്ഷണം കഴിഞ്ഞ് നമ്മളൊന്ന് ഫ്രഷ് ആകുന്നു. അപ്പോൾ ഹെവി ഫുഡ് കഴിക്കാൻ പറ്റില്ല. ഒരു നോർമൽ ഫുഡ് കഴിച്ച നോർമൽ, പിന്നെ ആയിരിക്കും ഹെവി ഫുഡിലേക്ക് തിരിയുന്നത്. ഇതല്ല. ആ സമയം കാത്ത് അതൊരു ഇഫ്താർ മാമാങ്കമായി കാട്ടിക്കൂട്ടുന്നു. വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. ദയവീത് എനിക്ക് ഇത്തിരി രൂക്ഷമായ ഭാഷയിൽ ഞാൻ വിമർശിച്ച് പോണെങ്കിലും ദാറ്റ് ഈസ് നോട്ട് മൈ ഫാൾട്ട്. കാരണം ഈ ഇഫ്താർ എന്താണ്, ഇതൊക്കെ ഏതാണ്ട് കുറച്ചധികം വർഷം, ഏതാണ്ട് മോർ ദാൻ 28 years ഞാൻ ഗൾഫ് നാടുകളിലൊക്കെ ആയിരുന്നു. അവിടെ ഞാൻ നോമ്പെടുക്കുമായിരുന്നു. ആ നോമ്പ് നാളുകളിൽ ഐ യൂസ് ടു ടേക്ക് അപ് ടു 10 o'clock, 10-11 മണി കഴിഞ്ഞായിരിക്കും നൈറ്റിൽ ഞാൻ എന്തെങ്കിലും കഴിക്കുക. ബട്ട് എനിക്ക് ക്ഷീണം ഒന്നും ഉണ്ടായിട്ടില്ല. സോ അതുകൊണ്ട് ഐ നോ ലിറ്റിൽ ബിറ്റ് അബൌട്ട് ഇഫ്താർ. വാട്ട് ഈസ് ഇഫ്താർ? ഇവിടെ ഇപ്പോൾ ഒരു ഇഫ്താർ എന്ന് പറഞ്ഞാൽ മന്ത്രിമാരെ വിളിക്കുക, VIPസിനെ വിളിക്കുക, സുഹൃത്തുക്കളെ വിളിക്കുക, ഉള്ള പരിവാരങ്ങളെല്ലാം വിളിച്ച്, ഒപ്പം ക്യാമറമാരെയും വിളിച്ചിട്ട് അതെല്ലാം കാട്ടിക്കൂട്ടി അത് പത്രത്തിൽ ചെയ്തെടുക്കുക. ഐ ഡോണ്ട് നോ വാട്ട് ഹാപ്പനിങ് ദിസ് പീപ്പിൾ. അതിനോടൊപ്പം തന്നെ കുറേ ഹമാറുകൾ ഈ തലയിലൊരു തൊപ്പിയും വെച്ച്, ഒരു തുണ്ട് തുണിയും വെച്ച്, ഒരു കൂളിംഗ് ഗ്ലാസും വെച്ച്, ബുൾഗാൻ താടിയും വെച്ചിട്ട് ചില പത്രങ്ങളിൽ പടച്ചുവിടുന്ന ചില വാട്ടിക്കുള്ള പ്രസ്താവനകൾ, അത് കാണുമ്പോൾ സങ്കടം തോന്നുന്നു. ഇതിനൊക്കെയാണ് ശരിക്കും ഈ ഹമാറുകൾ എന്ന് പറയുന്ന ജാതികൾ. ഹമാർ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കഴുതക്കൂട്ടങ്ങളാണ്. ശരിക്ക് ആ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ആ പേര്, അതിൻ്റെ ആ കമ്മ്യൂണിറ്റിയുടെ നല്ലതിനെ തകർത്ത് തരിപ്പണമാക്കുന്ന കുറേ നായ്ക്കളുകൾ. ഇറ്റ് ഈസ് നോട്ട് എ ഗുഡ് തിങ്. ഈ ഒരു വ്രതം എന്താണ്? ഈ നോമ്പ് നാളുകൾ എങ്ങനെയാണ് നമ്മൾ സൽഭാവനായിരിക്കണം, നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ടത്? ഇതിനു പകരം ഇവരൊക്കെ ചെയ്യുന്ന, ഈ ഹമാറുകൾ ചെയ്യുന്നത് എന്തെങ്കിലും ഇങ്ങോട്ട് എഴുതി പിടിയാണ്. അതായത് ഖുറാൻ പോയിട്ട് ബാക്കി ഏത് മതഗ്രന്ഥങ്ങളും വായിക്കുന്നത് അത് ഹറാമാണ്. അത് ആര് ചെയ്ത, അത് ഖുറാൻ, ഇസ്ലാം പറയുന്നത് ഖുറാൻ മാത്രമാണ് സത്യസന്ധമായ ഒരു വേദഗ്രന്ഥം, മറ്റതെല്ലാം പിശാചികളുടെയാണ്. ഇതൊക്കെ എന്തോരം അബദ്ധങ്ങൾ, പോഴത്തരങ്ങളാണ് വിളിച്ച് പറയുന്നത്. പോഴത്തരങ്ങളാണ് ഇങ്ങനെ വിളിച്ചത്. അത് ആ എഴുത്തിനെ ഒന്ന് എഡിറ്റ് ചെയ്യാതെ മനോരമയിൽ ഇതിട്ട് അവസാനം ആ മനോരമ എടുത്ത് പള്ളിയുടെ ഫ്രണ്ടിൽ വെച്ച് തീയിടേണ്ട ഒരു ഗതികേടായി. പാവം മാമൻ മാപ്പിള ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ഇതിനെന്ത് പറയുമായിരുന്നു? നല്ലത്, അദ്ദേഹം മുമ്പേ ഈ നാട് വിട്ടു പോയത്. പക്ഷേ ദയവ് ചെയ്ത് ഞാൻ ഈ ഹമാറുകളോടൊക്കെ പറയുകയാണ്, നിങ്ങൾ ഈ മുസ്ലിം മതവികാരത്തെ നിങ്ങൾ തകർത്ത് കളയരുത്. നിങ്ങളെന്താ വിചാരിക്കുന്നത്? നിങ്ങളെന്താ തലയിൽ തൊപ്പിയും വെച്ച്, ഒരു കൂളിംഗ് ഗ്ലാസ്, ഒരു ദാടിയും വെച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെന്താ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് പോകുന്നത്? നേരെ ഉടലോടെ സ്വർഗ്ഗത്ത് പോകുന്നതല്ല. ഒന്നാമത് നിങ്ങൾ കപടത കാണിക്കും. നിങ്ങൾ കപട സന്യാസികളാണ്. നിങ്ങളെ മാത്രമല്ല, ഈ ചില മതപുരോഹിതമൊക്കെ കപട ഹൃദയങ്ങളാണ്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. പണ്ടിവിടെ ഈ അറബ്സ് വരുന്നതിന് മുമ്പ് ഇവിടെ വന്നത് യമൻസാണ്, യമാനികൾ. അവർ ഉപയോഗിച്ചത് ലുങ്കികളാണ്. ഇന്ന് നമ്മുടെ ആൾക്കാർ ഉപയോഗിക്കുന്നത് ആ ലുങ്കികളിലായിരുന്നു അവരുടെ വേഷം. യമാനികളുടെ കാലം കഴിഞ്ഞപ്പോൾ അറബ്സ് വന്നു. ഇപ്പോൾ ആ അറബ്സിൻ്റെ വരവ് കുറച്ച് ഫ്രീക്വൻ്റ് ആയപ്പോൾ അവരുടെ വേഷങ്ങൾ ഇവിടെ ആൾക്കാരെ അഡാപ്റ്റ് ചെയ്യാൻ തുടങ്ങി. എന്താണ് അതിൻ്റെ കാര്യമെന്നറിയില്ല. അറബ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഡ്രസ്സിൻ്റെ ഒരു കാര്യം. കാരണം ഈ ഡ്രസ്സാണ് ഇപ്പോൾ ഇവിടെ ഉള്ള കുറേ ഹമാറുകൾ ഉപയോഗിച്ചുകൊണ്ട് കിടക്കുന്നത്. വളരെ നാണക്കേടാണ്. അതായത് അറബ് നാട്ടിൽ വളരെ ചൂടും നല്ല തണുപ്പുള്ള സമയത്ത്, ഈ ചൂട് സമയത്ത് ഈ സാൻഡ് സ്റ്റോം ഉണ്ടാകും. അതായത്
മണൽക്കാറ്റ് ശരിക്കും ഫോഴ്സായിട്ട് അടിക്കുമ്പോൾ ഈ മണലിൻ്റെ തരികൾ മുഖത്ത് വളരെ ഫോഴ്സായിട്ട് അടിച്ചാൽ വലിയ വേദനയായിരിക്കും. ഞങ്ങളൊക്കെ അനുഭവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്യണം. അതിന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഈ പഴയ കാലത്തെ ആൾക്കാർ ഫുൾ സൈസ് ഇപ്പോൾ അവരിടുന്ന അരബ്സ് ഇടുന്ന ഡ്രസ്സ്, തലയിൽ ഒരു തൊപ്പിയും വെച്ച് അതിലൊരു തുണിയിട്ട് അതിലൊരു വട്ട് കെട്ട് വയ്ക്കുക, ഒരു വട്ട്. അതെന്താ ഈ തുണി പറന്നു പോകാതെ ഇരിക്കാൻ. ഒട്ടകത്തിൻ്റെ മുകളിലാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഈ കാലിൽ ഇതിലൊന്നും വളരെ പ്രൊട്ടക്റ്റ് ആയിട്ടിരിക്കാൻ അങ്ങനെ ഒരു വലിയ നീളമുള്ള ഡ്രസ്സ്. ഇത് തന്നെയാണ് ക്രിസ്ത്യാനി അച്ഛന്മാരും കണ്ടുപിടിച്ചിരിക്കുന്നത്. അവർക്കുണ്ട് ഇതുപോലെയുള്ള അസുഖങ്ങൾ. കാരണം നിങ്ങൾ ഈ സിറിയയിലും ഈജിപ്തിലും പോയി കഴിഞ്ഞാൽ, ഗ്രീസിലൊക്കെ പോയിക്കഴിഞ്ഞാൽ ഇതേ വേഷധാരികളാണ്. ആ വേഷമാണ് ഇവിടുത്തെ കുറേ സഭക്കാർ ഇട്ടുകൊണ്ട് കിടക്കുന്നത്. എനിവേ, ഞാൻ അതിലോട്ട് കൂടുതലും പോയി കഴിഞ്ഞാൽ അതിനെ സമയം കൊടുത്ത് ഈ അൺവാണ്ടഡ് ടോക്സ് പറഞ്ഞിട്ട് കാര്യമില്ല. സോ ഒന്ന് ഞാൻ പ്രത്യേകം പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ ഇഫ്താറിനെ ഒരു മാമാങ്കമായി കാണിക്കരുത്, അതിനൊരു ഇവൻറ്റ് മാനേജ്മെൻറ്റായി കാണിക്കരുത്. നാണക്കേടാണ്, നമുക്ക് നമ്മുടെ സംസ്കാരത്തിന് പറ്റിയതല്ല. അതുപോലെ തന്നെ വേറൊരു കുറേ ഹമാറുകൾ പറഞ്ഞായിരുന്നു, ഒരു സുഹൃത്ത് അങ്ങനെ സുഹൃത്തിന് സുഖമില്ലാതായിപ്പോയി. അതിനുവേണ്ടി അദ്ദേഹം വിശ്വസിക്കുന്ന എവിടെയുള്ള ഒരു ദൈവ സന്നിധാനത്തിന് പോയി ആ സുഹൃത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അത് ശരിയല്ല, അത് കാഫറാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ആ സുഹൃത്തിന് ഇപ്പോൾ പണിഷ്മെൻറ്റ് കൊടുത്തിരിക്കുകയാണ്. കാരണം ആ സുഹൃത്ത് ഇപ്പോൾ എന്തോ ജപങ്ങളൊക്കെ ജപിച്ചാലേ ഇവിടെ ഇരിക്കുന്ന ആൾ ദൈവം എക്സസ് കൊടുക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ അതാ മാഫി സഹി മുസ്ലിം. അയാൾ സഹി മുസ്ലിം അല്ലെന്നാണ് പറയുന്നത്. കാരണം അയാളുടെ ഒരു സുഹൃത്ത് അയാളുടെ അസുഖത്തിന് വേണ്ടി ഒന്ന് അമ്പലത്തിൽ ഇവിടെ പോയി ഒരു കാഴ്ചവെപ്പ് നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ അതാ മൂജാൻ, അതാ വള്ളായില്ലാതെ അതാ കുള്ളു ഖർബാൻ, അവനെല്ലാം വെറും ഖർബാൻ എന്നത് കാരണം പിശാചാണ്, അത് ശകിത്താൻ. ഈ വർത്തമാനങ്ങളാണ് പറയുന്നത്. ഇതൊക്കെ വൃത്തികെട്ട വർത്തമാനങ്ങളാണ്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നോക്കിയാൽ അതേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ ആർക്കും ദൈവത്തെ വിളിക്കാൻ പറ്റിയില്ല. ദൈവത്തെ വിളിക്കുക ഇവൻ്റെയൊക്കെ ഇത് വേണോ? എനി മാൻ ക്യാൻ പ്രേ. എല്ലാവർക്കും ഈശ്വരനിലേക്ക് പ്രാർത്ഥിക്കാൻ, അതിന് ആരുടെയും മീഡിയേഷൻ വേണ്ട. നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് കാര്യം. ഇവിടെ ഇപ്പോൾ ഈ പ്രവാചകൻ ഇങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. അതായത് ഖുറാനിൽ പറയാത്ത കാര്യങ്ങളെ ഇവിടെ ഇരുന്ന് ഈ ചുമ്മാ ഈ ദാടി വെച്ച കുറേ ഹറാമികൾ ഓരോന്നും പടച്ചു വിടുന്നത്, അത് നോക്കി എഴുതാനും അത് പത്രത്തിൽ വിടാനും മറ്റു ചില ആൾക്കാരും. സോ ദൈവീയ ഹറാമികളെ പ്ലീസ്, നിങ്ങൾ വെറും കഴുതകളാകാതിരിക്കുക. നല്ലത് പറഞ്ഞു കൊടുക്കുക, നല്ലത് മനസ്സിലാക്കി കൊടുക്കുക. നിങ്ങൾ നല്ല സ്വഭാവം, നല്ല സത്യം എന്താണ്, സത്യസന്ധമായ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഇവിടെ ഇപ്പോൾ കണ്ടില്ലേ 3 വയസ്സിന്, അതായത് ഈ മുലകുണി മാറാത്ത കുട്ടികൾക്കും കറുത്ത തുണി ചുറ്റി ഇങ്ങനെ നടത്തിക്കൊണ്ട് കൊണ്ടുപോയില്ലേ? എന്താണ് ഇതിൻ്റെ കാര്യമെന്നറിയോ? പണ്ട് അറബ് നാട്ടിൽ സ്ത്രീകളെ കണ്ടാൽ അപ്പോൾ കൊന്നുകളയും. അവർക്ക് സ്ത്രീകൾ ഇഷ്ടമല്ല. അതിന് രക്ഷപ്പെടാൻ വേണ്ടി പ്രവാചകൻ പറഞ്ഞു കൊടുത്ത്, നിങ്ങൾ ആണിൻ്റെ ഫ്രണ്ടിൽ നിന്ന് രക്ഷയുണ്ടെങ്കിൽ കറുത്ത കുപ്പായം ധരിച്ച് തുണി അഴിച്ച് നിങ്ങൾ പോയില്ലെങ്കിൽ കൊന്നുകളയും. അതിന് വേണ്ടി ചെയ്തത് ഇപ്പോൾ അതൊന്നും ഇവിടെ ഇപ്പോൾ 2ാം ക്ലാസ് 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ആ തുണിയെല്ലാം ചുറ്റിപ്പിടിച്ചാണ് മദ്രസയിൽ അയക്കുന്നത്. എന്നിട്ട് അവിടെ ചെല്ലുമ്പോൾ ഞാൻ എല്ലാവരെയും കൂടി കുറേ വിവരം കെട്ട ഉസ്താദുമാർ, കഴുതകളിൽ കഴുതയായ വിവരം കെട്ട കുറേ ഉസ്താദുമാരാണ് ഈ സഭ ഈ ഇസ്ലാമിനെ ഇല്ലാതാക്കുന്നത്. ഇസ്ലാമിനെ കുറിച്ച് ഉമാർക്ക് ഒന്നും അറിയില്ല. ഇവനെന്താ വിചാരിച്ച ആ കാവ്യവേഷം ഇത് ഒരു കൂളിംഗ് ഗ്ലാസും കുറേ പൂച്ചാം താടിയും ഒരു തലയെക്കൊട്ടൊക്കെ വട്ടിക്കൂട്ടിക്കുക, ഇവനൊക്കെ എന്ത് പ്രവാചകൻ്റെ അടുത്തങ്ങിരിക്കുന്നതാണോ? നിങ്ങളൊക്കെയാണ് ഈ ഇസ്ലാമിനെ ഇല്ലാതാക്കി കളയുന്നത്. ഇത് സംഭവിച്ചത് കണ്ടില്ലേ? ഹമാസ് എന്നും പറഞ്ഞ് ഇപ്പോൾ ഹമാസിനെ വിശ്വാസത്തിലെടുത്ത വടിക്കാൽ പാലസ്തീൻകാർ ഹമാസ് ഒഴിവാക്കണമെന്ന് പറഞ്ഞ് കിടക്കുന്നു. ഈ ഹമാസാണ് ഇവന്മാരെ തകർത്ത് തരപ്പണി. ഇപ്പോൾ അവർക്ക് ബോധോദയം ഉണ്ടായി. അതിനൊക്കെ പറ്റി ചിന്തിക്കുക, നല്ല കാര്യങ്ങൾ പറയുക. അതുകൊണ്ട് ഈ നോമ്പ് കാലത്ത് ഇനിയെങ്കിലുള്ള ഈ എന്താ പറയുക, ഈ ഇഫ്താർ പരിപാടികളൊക്കെ അതൊരു ഇവൻറ്റ് മാനേജ്മെൻറ്റായിട്ട് കൊണ്ട് കാണിക്കരുത്. അത് സൗമ്യമായ ആ ഇതെടുത്ത് ഞാൻ പ്രയർ ടൈമിന് ലൈറ്റ് ഫുഡുമായിട്ട് നല്ല കാര്യങ്ങൾ കൂടെ മുമ്പോട്ട് മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് പോവുക. അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ലേഖനങ്ങളും എഴുതി എന്തൊക്കെയും കാട്ടിക്കൂട്ടി ഒരു തന്നെ മന്ത്രിമാർ VIP ഇതെന്തോ ഒരു വലിയൊരു ഫാഷനായിട്ട് മാറ്റിയിരിക്കുകയാണ് ഇഫ്താർ. നിങ്ങളൊന്ന് ബോംബെയിലൊക്കെ പോയി നോക്കുക, പാവം പിടിച്ചാണ് ഫുഡില്ലാത്തവൻ അവർ പിടിച്ച് കംപ്ലീറ്റ് ഫുഡ് കൊടുക്കുന്നത്. അതൊക്കെയാണ് കാണേണ്ടത്.
അല്ല ഇവിടെ കിടന്ന മന്ത്രി ആകുന്നതിലൊക്കെ വിളിച്ച് ഇവിടെ നിന്ന് ആഷ്പൂഷ് കാണിക്കലല്ല. സോ ദയവ് ചെയ്ത് ഈ റംസാനിൽ നിങ്ങളൊരു മാറ്റം വരുന്നത്. എൻ്റെ കഴിഞ്ഞ റംസാനിൽ കഴിഞ്ഞ എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞു, നിങ്ങൾ ഈ നോമ്പെടുക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ചെറിയൊരു സൈഡ് ഒരു കണ്ടിന്യൂറ്റി ആയിക്കൊണ്ട് പോകുക. ഇപ്പം നിങ്ങൾ ട്രെയിനിങ് ആയി കഴിഞ്ഞ് ഇപ്പോൾ നിങ്ങൾ 2 നേരത്തെ ആഹാരം ഉപേക്ഷിക്കുന്നത് 1 നേരത്തെ ആഹാരം ഉപേക്ഷിക്കുക. നിങ്ങൾ വൈകുന്നേരം നിങ്ങളുടെ സ്റ്റമക്ക് നിങ്ങളുടെ ഇതും മൈൻഡും എല്ലാം ക്ലിയർ ആകും, നിങ്ങൾ ആരോഗ്യവാന്മാരാകും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ആ പ്രാക്ടീസ് ഉണ്ടാക്കുക. അതുകൊണ്ട് ഞാൻ കുറച്ച് ഹാർഡായിട്ട് സംസാരിക്കേണ്ടി വന്നു. നിങ്ങൾ വേദന കൊണ്ട് സംസാരിച്ചു പോയതാണ്. കാരണം ഈ കുറേ ഹമാറുകൾ ഈ നല്ലൊരു മതത്തിനെ ഇല്ലാതാക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന ഈ കോലാഹലങ്ങൾ ഇവന്മാരെ ഒന്ന് പബ്ലിക്ക് തിരിച്ചറിയുക. ഓക്കെ, കാണാം വീണ്ടും അടുത്ത വീഡിയോയിലൂടെ. താങ്ക് യു.